വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നിങ്ങൾ കണ്ടു ടോപ്പ് 10 MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തമ്പനയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. സോ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏകദേശം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതും MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണിത്. സോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സെഷൻ കൂടിയായിരിക്കും ഈ പറയുന്ന സെഷൻ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് അധികം സമയമൊന്നും കളയാനില്ല. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നോക്കിക്കേ. വിച്ച് എമംഗ്സ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ കോൺസിക്വൻസ്, അതായത് കോൺസിക്വൻസ് അല്ലാത്തത്, ഡീഫോറസ്റ്റേഷന്റെ കോൺസിക്വൻസ് ആയി പറയാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ദ കോൺസിക്വൻസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോട്ട് ദ കോൺസിക്വൻസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ നടന്നാലുള്ള പരിമിത ഫലം അല്ലാത്തത് ഏത്, കോൺസിക്വൻസ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി ഇക്വിലിബ്രിയം, ഫ്ലാഷ് ഫ്ലഡ്സ്, ഡ്രോട്ട്, സോയിൽ ഇറോഷൻ. അപ്പൊ ഇത് നോക്കിയേ, ഇതില് ഡിഫോറസ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആണ് അല്ലെ. മരങ്ങളെ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഇഫക്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്ലഡ്സ് ഉണ്ടാവും, ഡ്രോട്ട് ഉണ്ടാവും, സോയിൽ ഇറോഷൻ ഉണ്ടാവും. അപ്പൊ നോട്ട് ദ കോൺസിക്വൻസ്. കോൺസിക്വൻസ് അല്ലാത്തത് എന്താ, ബയോഡൈവേഴ്സിറ്റി ഇക്വിലിബ്രിയം ആണ്. ബയോഡൈവേഴ്സിറ്റി ഇക്വിലിബ്രിയം എന്ന് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും അല്ലെ, ജീവജാലങ്ങളെ മൊത്തത്തിലാണ്, ആ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഡിഫോറസ്റ്റേഷൻ കൊണ്ട് ബയോഡൈവേഴ്സിറ്റി ഇക്വിലിബ്രിയം അല്ല സംഭവിക്കുക. ബയോഡൈവേഴ്സിറ്റി മൊത്തത്തിൽ എന്ത് ചെയ്യും, ലോസ് ഓഫ് ഹാബിറ്റാറ്റ് സംഭവിച്ചു, ജീവികളൊക്കെ എന്താ പറയാ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹിയർ ഈസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഓക്കെ, മൃഗങ്ങളെ അതിന്റെ തനതായ, അതിന്റെ എന്താ പറയാ ആവാസ വ്യവസ്ഥ, അതിന്റെ ഹാബിറ്റാറ്റിൽ നമ്മൾ വളർത്തുന്നതിന് നമ്മൾ എന്താ പറയാ, നിങ്ങൾ നോക്കിയ ഓപ്ഷൻ, ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, അക്വേറിയം. അപ്പൊ നമുക്ക് രണ്ട് കൺഫ്യൂഷൻ വരും. ഒന്ന് സുവോളജിക്കൽ പാർക്കും പിന്നെ ഒന്ന് നമ്മുടെ സാങ്ച്വറിയും. അപ്പൊ ഇത് നമുക്കറിയാം, സൂ എന്തായാലും അല്ല. സൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം, മൃഗങ്ങളെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റിനെ എടുത്തു കൊണ്ടുവന്ന് വേറെ തന്നെ നമ്മൾ കൂട്ടുകളിൽ ഇങ്ങനെ പാർപ്പിക്കുകയാണ് അല്ലെ, ശരിയല്ലേ. അപ്പൊ അത് എക്സിറ്റീവ് ആണ്. അപ്പൊ ഇൻസിറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഹാബിറ്റിൽ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം ഏതാണത്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ആനിമൽ ലൈഫ് ഒക്കറിങ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ഓർ ടൈം, അതായത് ഒരു പർട്ടിക്കുലർ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആനിമൽസിന് നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് പറയുന്നത്. ആനിമൽസിന് എന്ത് വിളിക്കാം, ഫ്ലോറ, ബയോട്ട, ഫോണ. നമുക്കറിയാം ഫോണയാണ് വിളിക്കട്ടെ. ആനിമൽസിനെ നമ്മൾ ഫോണ എന്ന് വിളിക്കും. പ്ലാന്റ്സിനെ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പ്ലാന്റ്സിനെ ആണെങ്കിൽ നമ്മൾ ഫ്ലോറ എന്നാണ് വിളിക്കുക. ഇത് എളുപ്പമാണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ബേർഡ്സ് ദാറ്റ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, ശ്രദ്ധിച്ചേ, ലോങ് ഡിസ്റ്റൻസ് ടു ഓവർകം ഹാർഷ് കണ്ടീഷൻസ് ആർ നോൺ ആസ്, നമുക്കറിയാം അത് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. നമുക്കറിയാം ട്രാവലിംഗ് എല്ലാം മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരിക മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. മൈഗ്രേഷൻ ആണ്, പ്രോസസ് മൈഗ്രേഷൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഹാർഷ് എൻവിറോൺമെന്റൽ കണ്ടീഷനെ ഓവർകം ചെയ്തുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വളരെ ദൂരം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അല്ലെ, വളരെ ദൂരം ഈ പക്ഷികൾ സഞ്ചരിക്കും. അതിനുശേഷം അവര് മുട്ടയിടും, ബ്രീഡിംഗ് നടത്തും, മുട്ടയിടും, യങ് വൺസിനെ വളർത്തിയെടുക്കുന്നു. ഓക്കെ, ക്ലിയർ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ഇറങ്ങാം. അഞ്ചാമത്തെ ചോദ്യം എന്താ പറയുന്നത്, വിച്ച് ആക്ട് വാസ് എയിംഡ് അറ്റ് ദ പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ്. എന്തായിരിക്കും, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. നെക്സ്റ്റ് ആറാമത്തെ ചോദ്യമാണ്. ചോദ്യം കൃത്യം ശ്രദ്ധിക്കുക. വൈ ഡു പീപ്പിൾ വിസിറ്റ് നാഷണൽ പാർക്ക് ഇൻ വെൽ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾസ്. നമുക്കറിയാം നാഷണൽ പാർക്കിന്റെ അകത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു വെഹിക്കിളിന്റെ അകത്തുകൂടെയാണ് സഞ്ചരിക്കുക. മീൻസ് വെഹിക്കിളിന്റെ അകത്തൂടെ വെച്ചാൽ വെഹിക്കിളിന്റെ അകത്ത് നമ്മൾ ഉണ്ടാവും. വെഹിക്കിളാണ് ഈ നാഷണൽ പാർക്കിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക, റോഡുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. നമുക്ക് ചുറ്റും വണ്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മൃഗങ്ങളെ കാണാം. സിംഹങ്ങളെയും കടുവകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് കാണാം. സൈറ്റ് സീയിങ് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഓപ്ഷൻ, ആനിമൽ മൂവ് ഫ്രീലി ഇൻസൈഡ് എ നാഷണൽ പാർക്ക്.
there are well built road inside. അതായത് നാഷണൽ പാർക്കിനകത്ത് നല്ല നല്ല റോഡുകളുണ്ട്, അതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ റോഡ് എന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും. സി എന്ന് പറയുന്നത് ടു എൻജോയ് റൈഡ് ഇൻ എ ഡിഫറെന്റ് വെഹിക്കിൾ. അതായത് ടു എൻജോയ് ദ റൈഡ് ഇൻ എ ഡിഫറെന്റ് വെഹിക്കിൾ. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ നമ്മളിപ്പോ എന്താ പറയാ ബസ്സിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ പോകാറുണ്ട്. അതല്ലാതെ ഒരു റൈഡ് പോലെ നമ്മൾ ഈ നാഷണൽ പാർക്കിനകത്ത് ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലാണ് എന്നാണ് സി പറയുന്നത്. ഡി എന്ന് പറയുന്നത് നോക്കിയേ, ദ ടൂറിസ്റ്റ് ആർ ലേസി ടു വാക്ക്. ഈ ടൂറിസ്റ്റ് ഒക്കെ ഭയങ്കര ലേസിയാണ്. ടൂറിസ്റ്റ് ഒരിക്കലും ലേസി ആവൂലല്ലോ, കാരണം വെച്ചാൽ അവർ ആ ഒരു ഉന്മേഷം അല്ലെങ്കിൽ അവർക്ക് ഒരു എനർജി ഉള്ളതുകൊണ്ടല്ല അവർ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് നോക്കി ഓപ്ഷൻ നോക്കിയേ, ലേസി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ആൻസർ എന്താണ്? ടെക്സ്റ്റ് ബുക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ആൻസർ ഈസ് ആനിമൽസ് ആർ മൂവിങ് ഫ്രീലി ഇൻസൈഡ് നാഷണൽ പാർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ നടക്കാനൊന്നും പറ്റില്ല. വി ഷുഡ് യൂസ് എ വെഹിക്കിൾ, അല്ലെ? നമ്മൾ അവിടുത്തെ വെഹിക്കിൾ യൂസ് ചെയ്ത് വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെ? കൃത്യമായി പ്രൊട്ടക്ഷൻ ഉള്ള വെഹിക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്പീഷീസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ റെഡ് ലിസ്റ്റ്? റെഡ് ലിസ്റ്റിൽ പെടാത്തത് വൾണറബിൾ, എൻഡേഞ്ചേർഡ്, എൻഡമിക്, എക്സ്റ്റിന്റ്. ശ്രദ്ധിച്ചേ, വൾണറബിൾ, എൻഡേഞ്ചേർഡ്, എക്സ്റ്റിന്റ്. വൾണറബിൾ ആയാലും എൻഡേഞ്ചേർഡ് ആയാലും എക്സ്റ്റിന്റ് ആയാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എൻഡമിക് നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എൻഡമിക് നമുക്ക് അതിൽ വരുന്നില്ല, റെഡ് ലിസ്റ്റിൽ വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫെർട്ടൈൽ ലാൻഡ് ഇൻ ടു ഡെസേർട്ട്. ഒരു ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നു, എന്നാൽ ചില പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ തന്നെ മാൻമെയ്ഡ് ആയിട്ട് മെയിൻലി അല്ലെ, ഇങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഫെർട്ടൈൽ ലാൻഡ് ഡെസേർട്ടായി മാറിക്കഴിഞ്ഞാൽ ഡെസേർട്ടിഫിക്കേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറ് കേട്ടോ. ഡെസേർട്ടിഫിക്കേഷൻ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യത്തിൽ എടുക്കാം. 9th ക്വസ്റ്റ്യൻ ആണ്. റീ എസ്റ്റാബ്ലിഷ്മെന്റ്. നിങ്ങൾ കൃത്യമായി വേർഡ് ശ്രദ്ധിക്കുക. റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ഓൺ എ ലാൻഡ് ദാറ്റ് വാസ് ക്ലിയർഡ് ഫോർ കൊമേഴ്ഷ്യൽ പേഴ്സണൽ പർപ്പസ്. അതായത് ഓൾറെഡി ഒരു ലാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഫോറസ്റ്റ് ലാൻഡ് ആയിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തു ഫോർ സം കൊമേഴ്ഷ്യൽ ഓർ പേഴ്സണൽ റീസൺസ്. അത് ക്ലിയർ ചെയ്തു. ഇപ്പൊ അവിടെ ഫോറസ്റ്റ് ഇല്ല, ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് നമ്മൾ പുതിയതായിട്ട് മരങ്ങളെ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിനെ നമ്മൾ പറയുന്നത് റീഫോറസ്റ്റേഷൻ എന്നാണ്. മനസ്സിലായ? ഓൾറെഡി ഡീഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് വെച്ചാൽ മുമ്പ് അവിടെ ഒരു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ച് വീണ്ടും നമ്മൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. അത് റീഫോറസ്റ്റേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാറ്. റീഫോറസ്റ്റേഷൻ എന്ന് പറയും, അത് ശ്രദ്ധിക്കും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. അപ്പൊ നിങ്ങൾ പച്ച്മാരി ബയോസ്ഫിയർ റിസർവില് ഒരുപാട് സാൾട്ട് ട്രീ, അർജുൻ ട്രീ, വൈൽഡ് മാംഗോ ട്രീ, അങ്ങനെ അവിടെയുള്ള ഒരുപാട് മൃഗങ്ങളുടെ പ്ലാന്റ്സ് ആയാലും അനിമൽസിന്റെ ആയാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ സ്പീഷീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്? എൻഡമിക് എന്നാണ് വിളിക്കുക. ആയിക്കോട്ടെ, എൻഡമിക് എവിടെയുണ്ട്? എൻഡമിക് സ്പീഷീസ് എന്നാണ് വിളിക്കുക. എൻഡേഞ്ചേർഡ് അല്ല. എൻഡേഞ്ചേർഡ് വംശനാശം സംഭവിച്ചവരെയാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയാം. മൈഗ്രേറ്റിംഗ് എന്ന് എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ വംശനാശ ഭീഷണി നേരിടുന്നവരെയാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയാം. അതായത് അവർ ഇൻ നിയർ ഫ്യൂച്ചർ എക്സ്റ്റെൻഡ് ആവും എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻ നിയർ ഫ്യൂച്ചർ ദേ മേ ഗെറ്റ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ഓൾറെഡി ഭൂമിയിൽ ഇല്ല, വൈപ്ഡ് ഔട്ട് ആയി. മൈഗ്രേറ്റിംഗ് നമുക്കറിയാം ദേശാടനമാണ്. ആൻസർ ഈസ് എൻഡമിക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. 10 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, തീർച്ചയായിട്ടും നോക്കുക. അതുപോലെ ഇത് കൂടാതെ നമുക്ക് പ്രൊജക്ട് ടൈഗർ എന്നുള്ള ഭാഗമൊക്കെ വരുന്നുണ്ട്, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നുണ്ട് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ബെല്ലൈക്കൺ എന്ത് ചെയ്യണം? എനേബിൾ ചെയ്യണം. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.